രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന്റെ ആയുധമായി കണക്കാക്കുന്നത് വികസനമാണ്. അവർ പറയുന്നതും വാഗ്ദാനങ്ങളുമെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. വികസനമാണ് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും വികസനത്തിന് തടസ്സം നിൽക്കുന്നതും ഇതേ രാഷ്ട്രീയക്കാർ തന്നെയാണെന്നത് ചില സംഭവങ്ങളെങ്കിലും കാണുമ്പോൾ വ്യക്തമാകും. ഭരണത്തിൽ കയറുമ്പോൾ സ്വീകാര്യമായ നയതീരുമാനങ്ങൾ ഭരണം നഷ്ടമായി പ്രതിപക്ഷത്തേക്ക് മാറുമ്പോൾ തീരെ സ്വീകാര്യമല്ലാതാകുന്നു. ഭരണം ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ച് സംസ്ഥാനത്തായാലും തദ്ദേശ സ്ഥാപനങ്ങളിലായാലും ഏറ്റവും അധികം മുരടിപ്പ് നേരിടുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ പോലും തീവ്ര രാഷ്ട്രീയ ചിന്താഗതി കാലക്രമേണ ആ നാടിന്റെ വികസന കുതിപ്പിനെ ഇല്ലാതാക്കുന്നു. നാടിന്റെ വികസനം രാഷ്ട്രീയത്തിൽ ഇടകലർത്തി ഇല്ലാതാക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദുസ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയാണ് പഞ്ചായത്ത് നഗരപാലികാ നിയമം കൊണ്ടുവന്നപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ രാഷ്ട്രീയത്തിൽ അതീതമായി പ്രവർത്തിക്കണമെന്ന് അതിന്റെ ഉപജ്ഞാതാക്കൾ എഴുതി വെച്ചത്. എന്നാൽ അതെല്ലാം എഴുത്തിൽ മാത്രം അവസാനിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും പൂർണ്ണമായും കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലായി മാറി. കൂറുമാറ്റം വഴി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിരന്തരം അട്ടിമറിക്കപ്പെടാൻ തുടങ്ങിയതോടെ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നു. അതിന്റെ ബലത്തിലാണ് തദ്ദേശ ഭരണസമിതികൾ പല സ്ഥലങ്ങളിലും പിടിച്ചു നിൽക്കുന്നത്. ഇന്ത്യയിൽ 1993 പഞ്ചായത്ത് നഗരപാലിക നിയമം നിലവിൽ വരുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ലാത്ത ഭരണ സംവിധാനമാണ് നിയമത്തിൽ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ത്രിപുര, പശ്ചിമ ബംഗാൾ, കേരളം എന്നീ സംസ്ഥാനങ്ങൾ ആദ്യം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കലർത്തി. തുടർന്ന് പല സ്ഥലങ്ങളിലും ഇതേ രീതി പിന്തുടർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും പാർലമെന്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പോലെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലായി മാറി. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സുസ്ഥിതിയും നാടിന്റെ വികസനവും സാധ്യമാക്കുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന ചുമതല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇതിൽ രാഷ്ട്രീയം ഇടകലർത്തേണ്ട കാര്യമില്ല. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവ മുൻഗണനയോടെ പരിഗണിക്കേണ്ടത് അതത് പ്രദേശത്തിന്റെ വികസനം മാത്രമാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഗുണകരമായ പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകേണ്ടത് എങ്ങനെയെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ പരിഗണിക്കേണ്ട വിഷയമാണ്. എന്നാൽ ഭരണസമിതി അംഗങ്ങൾക്കിടയിലെ കടുത്ത രാഷ്ട്രീയ ചേരിതിരിവ് പലപ്പോഴും വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ തന്നെ ഇല്ലാതാക്കുന്നു. മിക്കവാറും തദ്ദേശ ഭരണ സമിതി യോഗങ്ങളിലും വാക്കേറ്റവും ചേരിതിരിഞ്ഞുള്ള വെല്ലുവിളികളും ഇറങ്ങിപ്പോക്കും മാത്രമല്ല, കയ്യാങ്കളിയിലേക്കും എത്തുന്ന സംഘർഷവും സൃഷ്ടിക്കാറുണ്ട്. അടുത്തിടെയായി നഗരസഭയുടെ കയ്യാങ്കളികളും തട്ടിക്കൊണ്ടുപോകലുകൾ ഉൾപ്പെടെയുള്ള നാടകീയ രംഗങ്ങളും കാണേണ്ടി വന്നു. ഏതൊക്കെ വിധത്തിൽ ഭരണത്തിലിരിക്കുന്നവരെ തള്ളി താഴെയിടാമെന്നാകും മറുപക്ഷത്തിരിക്കുന്നവർ നോക്കുന്നത്. തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും 2 സ്ഥാപനങ്ങളുടെ പഠന റിപ്പോർട്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം സംസ്ഥാനത്തിന്റെ വികസനത്തിന് എത്രമാത്രം വിഘാതം സൃഷ്ടിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നാട്ടിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും. അതിൽ സംശയം വേണ്ട. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അധികാരത്തിലിരിക്കുന്നവർ കൊണ്ടുവരുന്ന നല്ല നിർദ്ദേശങ്ങൾ പോലും അനാവശ്യമായ രാഷ്ട്രീയ ചിന്തയിൽ മുക്കിക്കൊല്ലുകയാണ്. പല നിർദ്ദേശങ്ങൾക്കും മറുപക്ഷത്തു നിന്ന് വേണ്ട പിന്തുണ ലഭിക്കുന്നില്ല. ഭരണപക്ഷത്തെ ചവിട്ടിത്താഴ്ത്തി അവരുടെ വികസന പരിപാടികളെ ഇല്ലാതാക്കിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിച്ചെടുക്കാനാകുമെന്നതാണ് പ്രധാന വിഷയം. എന്നാൽ അപ്പോൾ എതിർക്കുന്ന പദ്ധതികൾ ഭരണത്തിലെത്തുമ്പോൾ നടപ്പിലാക്കാനും ശ്രമിക്കും. അപ്പോൾ പുറത്തിരിക്കുന്നവർ അതിനെ എതിർക്കും. ഇങ്ങനെ തർക്കങ്ങളോടെ മുന്നോട്ട് പോയാൽ വികസനത്തിന് പകരം നാട്ടിൽ തർക്കമാകും വളരുക. അത് വളർന്ന് വലിയ വിഷയങ്ങളിലേക്ക് വഴിമാറും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തേണ്ടതുണ്ട്.